നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയും കളിക്കാനുള്ള ബ്രസീൽ ടീമിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ച ശേഷം അതിൽ നെയ്മർ ജൂനിയർക്ക് ഇടമില്ല എന്ന് കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ കാർലോ ആഞ്ചലോട്ടിയോട് ചോദിച്ചു, വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാൻ നെയ്മർ ജൂനിയർക്ക് സാധ്യതയുണ്ടോ? കോച്ചിൻ്റെ മറുപടി 100% സാധ്യതയുണ്ട്, അതിന് പക്ഷേ ഫിസിക്കലി ഫിറ്റ് ആവണം, അതുമാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് കോച്ച് പറഞ്ഞു. അപ്പോൾ ഇനി നെയ്മർക്ക് മുന്നിലുള്ളത് എന്താണ്? നെയ്മർ ഈ കോളപ്പിന് മുമ്പ് അധികം കളികളൊന്നും കളിച്ചിട്ടില്ല. 2 കളി അടുപ്പിച്ച് കളിച്ചു. അടുത്ത കളിക്ക് മസിൽ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ആ കളി കളിച്ചില്ല. പിന്നെ ഒരു കളി കളിച്ചു. അപ്പോൾ ഇനി 2026 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ബ്രസീൽ സ്ക്വാഡിൻ്റെ പ്രഖ്യാപനം ഉണ്ടല്ലോ. അത് വരുന്നത് മെയ് മാസത്തിൻ്റെ അവസാനമായിരിക്കും. ബ്രസീലിയൻ മാധ്യമങ്ങൾ പറഞ്ഞ് വിശ്വസിക്കാമെങ്കിൽ മെയ് 27-ന് കോച്ച് ബ്രസീൽ ടീമിനെ പ്രഖ്യാപിക്കും, വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കും. വേണ്ട, നമുക്കൊരു മെയ് പകുതി വരെ എന്നൊക്കെ കാണാം. അങ്ങനെയെങ്കിൽ അത്രയും സമയത്തിനിടയ്ക്ക് നെയ്മർക്ക് തൻ്റെ ഫിറ്റ്നസ് തെളിയിക്കാനുള്ള ആവശ്യത്തിനുള്ള സമയമുണ്ട്. ഏപ്രിൽ മാസം, ഈ മാർച്ച് മാസത്തിൻ്റെ പകുതി, ഏപ്രിൽ മാസം മുഴുവനും, മെയ് മാസത്തിൻ്റെ പകുതി, 2 മാസമുണ്ട്. 2 മാസം കൊണ്ട് 16 കളികളുണ്ട്. നെയ്മർക്ക് കളിക്കാനാവുമോ? പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത്രയും കളികൾ കളിക്കാൻ പറ്റുമോ? കാരണം അതിൻ്റെ പകുതി കളികൾ ഒരു മാസം കൊണ്ട് വേൾഡ് കപ്പ് കളിക്കണം. വേൾഡ് കപ്പ് അടിക്കുകയാണെങ്കിൽ 8 കളി കളിക്കണം ഇപ്പോഴത്തെ പുതിയ ഫോർമാറ്റ് അനുസരിച്ച്. അപ്പോൾ ഒരു മാസം കൊണ്ട് അത്രയും കളി കളിക്കണം. 2 മാസം കൊണ്ട് ഒരു 16 കളി നെയ്മർ ജൂനിയർക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ലാതെ കളിക്കാൻ പറ്റുമോ? സംശയം വേണ്ട, നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിലുണ്ടാവും. അതാണ് നെയ്മർക്ക് മുന്നിലുള്ള ഇനിയുള്ള വഴി. ഏതൊക്കെയാണ് ആ 16 കളികൾ നമ്മൾ നോക്കുകയാണ്. ഇതാ മാർച്ച് 18-ന് എന്ന് പറഞ്ഞാൽ നാളെ തന്നെ കളിയുണ്ട്. സാൻഡോസും ഇൻ്റർനാസിയോണലും തമ്മിലുള്ള മത്സരം, ബ്രസീലിയറോ സീരിയെ. നമുക്ക് പക്ഷേ സാങ്കേതികമായിട്ട് തൊട്ടടുത്ത ദിവസമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ബ്രസീലിൻ്റെ ഡേറ്റ് വെച്ചാൽ പറയുന്നത്. ഇന്ത്യൻ സമയം തൊട്ടടുത്ത ദിവസമായിരിക്കും എന്ന് നിങ്ങൾക്കറിയാലോ. മാർച്ച് 22-ന് വീണ്ടും ക്രുസൈറോക്കെതിരെ ബ്രസീലിയറോ സീരിയയിൽ കളി. ഏപ്രിൽ 1-ന് സാൻഡോസും റെമോയും തമ്മിൽ ബ്രസീലിയറോയിൽ കളി. ഏപ്രിൽ 4-ന് ഫ്ലെമിംഗോയും സാൻഡോസും തമ്മിൽ ബ്രസീലിയറോ സീരിയയിൽ കളി. ഏപ്രിൽ 7-ന് കോപ്പ സുഡാമേരിക്കാന ഫസ്റ്റ് റൗണ്ട്. ഏപ്രിൽ 11 സാൻഡോസും അത്ലറ്റിക്കോ MGയും തമ്മിൽ ബ്രസീലിയറോ സീരിയയിലെ മത്സരം. ഏപ്രിൽ 14-ന് കോപ്പ സുഡാമേരിക്കാന സെക്കൻഡ് റൗണ്ട്. ഏപ്രിൽ 18-ന് സാൻഡോസും ഫ്ലുമിനൻസും തമ്മിൽ ബ്രസീലിയറോ സീരിയയിൽ കളി. ഏപ്രിൽ 22 കോപ്പ ഡു ബ്രസീൽ 5th ഫേസ് ഫസ്റ്റ് ലെഗ് മത്സരം. ഏപ്രിൽ 25 ബാക്കിയ വേഴ്സസ് സാൻഡോസ് ബ്രസീലിയറോ സീരിയ മത്സരം. ഏപ്രിൽ 28 കോപ്പ സുഡാമേരിക്കാന തേർഡ് റൗണ്ട്. ദെൻ മെയ് 2-ന് പാൽമിറാസും സാൻഡോസും തമ്മിൽ ബ്രസീലിയറോ സീരിയയിലെ പോരാട്ടം. മെയ് 5-ന് കോപ്പ സുഡാമേരിക്കാന ഫോർത്ത് റൗണ്ട്. ദെൻ മെയ് 9-ൻ്റെ കളി സാൻഡോസും റെഡ്ബുൾ ബ്രാഗന്റിനയും തമ്മിലുള്ള കളി, ബ്രസീലിയറോ സീരിയെ. പിന്നെ മെയ് 13-നോ മെയ് 14-നോ കോപ്പ ഡു ബ്രസീൽ 5th ഫേസ് സെക്കൻഡ് ലെഗ് മത്സരം. മെയ് 16-നോ 17-നോ സാൻഡോസും കോർട്ടിബയും തമ്മിൽ ബ്രസീലിയറോ സീരിയ മത്സരം. അപ്പോൾ ഇങ്ങനെ 16 കളികൾ നെയ്മർ ജൂനിയറുടെ മുന്നിലുണ്ട്. ഈ കളികളിൽ അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ലാതെ പ്രകടനം നടത്താൻ പറ്റിയാൽ, തൻ്റെ മാജിക്ക് തിരികെ പിടിക്കാൻ പറ്റിയാൽ ഉറപ്പാണ് നെയ്മർ ബ്രസീൽ ടീമിലുണ്ടാവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.